ആദ്യഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകാം. ജാതി അധിക്ഷേപം പരസ്യമായി നടത്തി തിരുവനന്തപുരം DCC മെമ്പർ പ്രസന്ന വിജയൻ ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ പങ്കെടുത്ത അതിഥികളെയാണ് കോൺഗ്രസ് നേതാവ് ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചത്. അതിഥികളായി എത്തിയ ഒരാൾക്ക് സ്വാഗതം പറയാത്തത് മനഃപൂർവ്വം എന്നാണ് ആരോപണം. ജാതി അധിക്ഷേപത്തിൽ പ്രസന്ന വിജയന്റെ വിവാദ പരാമർശത്തിന്റെ ശബ്ദ സന്ദേശം നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം വിനീഷിലേക്ക് പോകാം. മടത്തടയിൽ പോയി അപമാനം സഹിച്ച് വരേണ്ടി വന്നാ വെച്ച് ഞാൻ ആടി തകർത്തളഞ്ഞു കിടക്കണം. കാരണം അവർക്കെല്ലാം ആ പെരയമാർക്കും പറയമാർക്കും ഒക്കെ എല്ലാവർക്കും സ്വാഗതം പറയാൻ അറിയാം. നീ ആര് അവരെയൊക്കെ കീഴ്വിട്ടില്ല കിടക്കണ പെലേന്റെ. ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ സ്റ്റേജിൽ കയറി അടിയായനെ അവിടെ. ഞാൻ കമ്മിറ്റിയിലൊക്കെ നേരെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. നീയൊക്കെ എന്തൊരു രാഷ്ട്രീയം ഉണ്ടാക്കണം, മറ്റാണ് മറിച്ചാണ്, ഒരു പ്രസിദ്ധനായ ഒരു ആചാര്യനെയാണ് നിങ്ങൾ കൊച്ചാക്കി വിടണത് എന്നും പറഞ്ഞ് കുറേ പറഞ്ഞു. അവസാനം ഒരു പെലയുണ്ടല്ലോ, അവനാണ് ഇപ്പൊ ഇതിന്റെയൊക്കെ പിറകിലെന്നാണ് പറയണത്. ഇതൊന്നും ഞാൻ ഒന്നിനും ഇല്ലായിരുന്നല്ലോ. പൊന്നു മക്കളെ, ഇനിയെങ്കിലും മടത്തടയുടെ പേരും പറഞ്ഞ് ആരെങ്കിലും നിന്നെ വിളിച്ച ഉടൻ നീ എന്നെ വിളിക്കണം. ഞാൻ പറഞ്ഞു മടത്തട എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ. ഇത് ഇളംകുളത്തുകാർ നിന്നെ വിളിച്ചു വരുത്തി ഒരുമാതിരി കൊച്ചാക്കാനുള്ള എല്ലാ പരിപാടിയും അവർ കാണിച്ചു. നിന്നെ എങ്ങനെ ആക്കിയാലും നീ ഇരിക്കുമെന്ന് വിചാരിച്ചു. ഈ സെൻകുമാർ തന്നെ വന്നത്. അങ്ങനെ ഇന്നിപ്പോ ഞാൻ അവര് ചെന്നപ്പോ അറിഞ്ഞു എല്ലാ വിശേഷവും ഞാൻ അറിഞ്ഞു. ബിനീഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബിനീഷ്, അങ്ങേയറ്റം ജാതി പറഞ്ഞുള്ള അധിക്ഷേപമാണ് ഈ കോൺഗ്രസ് നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇവർ ഇത്തരം ഒരു വിദ്വേഷ പ്രചരണം നടത്തുന്നതിൻ്റെ സാഹചര്യം എന്താണ്? ഒപ്പം VD സതീശനെ പോലെയൊക്കെയുള്ള കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളുണ്ടല്ലോ, അവർ വലിയ ഐക്യത്തെ പറ്റിയാണ് രാഹുൽ മുതൽ ഇങ്ങ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വരെ ഘോരഘോരം പ്രസംഗിക്കുന്നത്. എന്നിട്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഈ 2026 ഈ രീതിയിൽ ജാതി പറഞ്ഞ് ആളുകൾക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുന്നത്. തീർച്ചയായിട്ടും ജനങ്ങൾക്കിടയിൽ വലിയ ഒരു അസഹിഷ്ണുത സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പ്രസന്ന വിജയൻ എന്ന കോൺഗ്രസിൻ്റെ നേതാവ് DCC മെമ്പറും കൂടിയായ പ്രസന്ന വിജയൻ്റെ ഈ വാക്കുകൾ. പ്രത്യേകിച്ച് തിരുവനന്തപുരം ഇളംകുളത്ത് ഹിന്ദു ഏകതാ സമ്മേളനം നടന്നു. ആ ഏകതാ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടന്നപ്പോൾ ചില ആളുകൾക്ക് സ്വാഗതം പറയാൻ ഈ സ്വാഗതം പറഞ്ഞിരുന്ന ആൾ, പരിപാടിയിൽ സ്വാഗതം പറഞ്ഞിരുന്ന ആൾ വിട്ടുപോയി. പിന്നീട് സംഘാടകർ ഇടപെട്ടുകൊണ്ട് അവരടുത്ത് സ്വാഗതം പറയാനുള്ള ഒരു നിർദ്ദേശം നൽകുന്നു. പ്രത്യേകിച്ച് അത് സ്വാഭാവികമായി വിട്ടുപോയതാണ്. ഇതിനെയാണ് ജനങ്ങൾക്കിടയിൽ ഒരു വിദ്വേഷം വളർത്തുക എന്ന തരത്തിൽ, ജാതീയമായി വേർതിരിച്ച് ജനങ്ങളെ നിർത്തുക എന്ന തരത്തിലുള്ള ഒരു ലക്ഷ്യം കോൺഗ്രസിൻ്റെ ഒരു അടവ് നയം അവിടെ ഉപയോഗിക്കുന്നത്. കാരണം ജനങ്ങൾക്കിടയിൽ ഒരു ജാതി അധിക്ഷേപം നടത്തിക്കൊണ്ട് രണ്ട് ചേരിയിലേക്ക് ജനങ്ങളെ മാറ്റി നിർത്തുക എന്ന ഒരു സമീപനം, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പല തരത്തിൽ വോട്ട് പിടിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് കോൺഗ്രസ് നടത്തിയ ഒരു തന്ത്രമായിരുന്നു ഇത്. അവരുടെ തന്നെ ഒരു ഗ്രൂപ്പിൽ അയച്ച മെസ്സേജാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. വാട്സാപ്പ് സന്ദേശമായി അയച്ചതാണ്. പറയനെയും പുലയനും ഒക്കെ സ്വാഗതം പറയാൻ സാധിക്കും, പക്ഷേ നിനക്ക് സ്വാഗതം പറഞ്ഞില്ലോ എന്ന് മറ്റൊരാളെ പറഞ്ഞ് വിദ്വേഷമുണ്ടാക്കാനുള്ള ശ്രമമാണ് ആ സ്ത്രീ അല്ലെങ്കിൽ ഈ DCC മെമ്പറായ പ്രസന്ന വിജയൻ നടത്തുന്നത്. നമുക്കറിയാം, ഹിന്ദു ഏകതാ സമ്മേളനത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഹൈന്ദവ മേഖലയിലെ എല്ലാവരെയും ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അതിൽ ജാതിക്കപ്പുറം, മതത്തിനപ്പുറം ഒരു ദേശീയബോധം എന്ന ചിന്താഗതിയോട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിൽ, പക്ഷേ ഇവർക്ക് ആ പ്രസ്ഥാനവുമായി യാതൊരു വിധമായ ബന്ധവുമില്ല. പക്ഷേ അവിടെ ഒരു വിവേചനം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പ്രസന്ന വിജയൻ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തുന്നത്. അത് പിന്നീട് പല ആളുകളെയും വിളിച്ച്, ആ പ്രദേശത്തെ പല ആളുകളെയും വിളിച്ച് ഇത്തരത്തിൽ ഇവർ തന്നെ ഫോണിൽ അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായിരുന്നാലും നമുക്ക് ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു ഉന്നത പദവിയിലിരിക്കുന്ന ഒരു കോൺഗ്രസിൻ്റെ നേതാവാണ് ഇത്തരം പരാമർശങ്ങൾ, പ്രത്യേകിച്ച് DCC മെമ്പറും കൂടിയായ പ്രസന്ന വിജയൻ്റെ വാക്കുകളാണ് അല്പസമയം മുമ്പ് കേരളം കേട്ടത്. ആ വാക്കുകൾ കേൾക്കുമ്പോൾ ലജ്ജിച്ച് കേരള ജനത തല താഴ്ത്തുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഈ 2026 ഇത്തരത്തിൽ പച്ചയായ ജാതീയത പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ വിവേചനം സൃഷ്ടിക്കുകയാണ് കോൺഗ്രസ് എന്ന കാര്യത്തിൽ സംശയമില്ല. എവിടെയാണോ വിജയം ഉറപ്പാക്കേണ്ട ഒരു സാഹചര്യമുള്ളത്, അങ്ങനെ അവിടെയൊക്കെ വലിയ രീതിയിലുള്ള വേർതിരിവ്, ജനങ്ങൾക്കിടയിൽ ജാതീയത പറഞ്ഞ് വേർതിരിവുണ്ടാക്കി VD സതീശന്റെ യാത്രയുടെ പേര് പുതുയുഗ യാത്ര എന്നാണ് പറയുന്നത്. ഈ പുതുയുഗ യാത്ര നടത്തുന്ന VD സതീശൻ ഇതൊക്കെ അറിയുന്നുണ്ടോ? ഇവിടെ സതീശന്റെ തന്നെ ഒരു പ്രമുഖ നേതാവ് ഈ രീതിയിൽ ഇന്നത്തെ ഈ പുതിയ യുഗത്തിൽ ജാതി വിളിച്ച് പറയുന്നത്.
തീർച്ചയായിട്ടും ഞാൻ അല്പസമയം മുമ്പ് VD സതീശന് ഈ വാട്സാപ്പ് സന്ദേശം ഫോണിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നാലും നിലവിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്താകും എന്ന് നമുക്ക് നോക്കി കാണേണ്ടതുണ്ട്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ആ കോൺഗ്രസിൻ്റെ ഒരു ജാതി വിവേചനം നടത്തിക്കൊണ്ട് വോട്ട് പിടിക്കാനുള്ള ഒരു തന്ത്രം, പക്ഷേ പൊതുസമൂഹത്തിൽ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുകയും വലിയ ഐക്യത രൂപപ്പെടേണ്ട പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് മുറവിളി കൂട്ടുകയും ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കളുടെ വായിൽ നിന്നാണ് ഇത്രയും ലജ്ജാകരമായ പദപ്രയോഗങ്ങൾ വരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് പൊതുസമൂഹം, കേരള ജനത കേൾക്കുമ്പോൾ ലജ്ജിച്ച് തല താഴ്ത്തുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു പരിപാടിയിൽ ഒരാൾക്ക് സ്വാഗതം പറഞ്ഞില്ലെങ്കിൽ അതിനെ ജാതീയതയായി കണ്ടുകൊണ്ട് ജാതീയ വിവേചനം നടത്താൻ ശ്രമിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ പച്ചയായ മുഖം തന്നെയാണ്. അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ എന്ന് നമുക്ക് വെറുതെ പറയാൻ സാധിക്കില്ല. ഒരു സാധാരണ നേതാവല്ല, ഒരു ജില്ലാ നേതൃത്വത്തിൽ വരുന്ന DCCയുടെ ഭാഗമായിട്ടുള്ള DCC മെമ്പറാണ് ഇത്തരത്തിലുള്ള ഒരു അധിക്ഷേപം നടത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഏതൊക്കെ തരത്തിൽ കോൺഗ്രസിനുള്ളിൽ ജാതീയത തങ്ങി നിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ഒരു തെളിവ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും പാർട്ടി തലത്തിൽ ഇവർക്കെതിരെ എന്ത് നടപടി വരും എന്നത് നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, വളരെ മോശം പരാമർശം നടത്തുന്നു, പുലയനും പറയനും എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ വേർതിരിച്ച് അധിക്ഷേപിക്കുന്ന സമീപനം തന്നെയാണ് ഈ പ്രസന്ന വിജയന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയാണ് നമുക്ക് കേൾക്കാനും സാധിക്കുന്നത്. ബിനീഷ്, എന്തായാലും വളരെ വിദ്വേഷമുണ്ടാക്കുന്ന, വളരെ മോശം പരാമർശം, ജാതീയമായിട്ടുള്ള വളരെ തരംതാന്ന പരാമർശമാണ് ഈ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ നേതാക്കൾ ആരും ഇതുവരെ ഒരക്ഷരം പോലും ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടില്ല. ഇവർക്കെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. പോലീസിന്റെ ഭാഗത്ത് നിന്നും കേസും എടുത്തിട്ടില്ല. തിരുവനന്തപുരം DCC മെമ്പർ പ്രസന്ന വിജയനാണ് ജാതി അധിക്ഷേപം ഹിന്ദു ഏകതാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. ബിനീഷാണ് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ചെയ്തത്.